ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട പോലീസിൽ ഭിന്നത രൂക്ഷമാകുന്നു. മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റാൻ സാധ്യത. മേലുദ്യോഗസ്ഥനോട് കയർത്ത് സംസാരിച്ചതിനാണ് നടപടിക്ക് നീക്കം. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലുണ്ടായ സംഘർഷം, അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ ഭിന്നത രൂക്ഷമാകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബന്ധപ്പെട്ട് ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റാൻ സാധ്യതയുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് എല്ലാവരും നോക്കിക്കണ്ട ഒന്ന് തന്നെയാണ്. കാരണം ഇരു മുന്നണികളും നടുറൂട്ടിലിരുന്ന് പരസ്പരം കയ്യാങ്കളി നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ അത്തരത്തിൽ വലിയൊരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ തിരഞ്ഞെടുപ്പിന് ശേഷം വ്യാപകമായ പൊട്ടിത്തെറിയിലേക്ക് തന്നെയാണ് പോലീസ് സേന പോകുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ ഉമേഷിനോട് കയർത്ത് സംസാരിച്ച ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റാൻ സാധ്യതയുണ്ട് എന്നൊരു വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. പ്രധാനമായും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്, അതായത് അദ്ദേഹം പൊതുമധ്യത്തിൽ വെച്ച് മേലുദ്യോഗസ്ഥനോട് കയർത്ത് സംസാരിച്ചു എന്നൊരു കാര്യമാണ്. അതായത് ഇത്തരത്തിൽ യൂണിഫോം ഇട്ട് ഈ പ്രശ്നങ്ങളൊന്നും നിയന്ത്രിക്കാൻ കഴിയാതെ നിൽക്കേണ്ടതായി വരുന്നു എന്നും തനിക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാവുന്നു എന്നൊരു കാര്യം തന്നെയാണ് ഈ ഇൻസ്പെക്ടർ പറഞ്ഞത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നവംബർ 16 തന്നെ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിലും മേലുദ്യോഗസ്ഥനോട് കയർത്ത് പെരുമാറി എന്നൊരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം, ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആഴ്ചകളോളം അദ്ദേഹം മെഡിക്കൽ ലീവിലാണ്. മെഡിക്കൽ ലീവ് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് ലീവിന് അപേക്ഷിച്ചിരിക്കുന്നത് എന്നൊരു വിവരം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ ഡ്യൂട്ടിക്കിട്ട ആളുകൾക്കിടയിൽ തന്നെ വലിയൊരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അക്രമം നടക്കുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥ പോലീസുകാർ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്ന് കോൺഗ്രസ് അടക്കമുള്ള നേതാക്കൾ ആരോപിക്കുന്നു. ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ പോലീസ് സേനയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ആ ഉത്തരവിറങ്ങുമ്പോൾ ഈ ഇൻസ്പെക്ടർക്കും ട്രാൻസ്ഫർ സംബന്ധമായ കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്നാൽ നിലവിൽ ഇദ്ദേഹത്തെ സ്ഥലം മാറ്റുകയോ മറ്റു നടപടിക്രമങ്ങളിലേക്കോ കടക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തു വരും. കാരണം ഈ ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോലീസ് സേന കൃത്യമായ നിലപാട് സ്വീകരിച്ചില്ല എന്നൊരു ആരോപണം ഈ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉയർന്നു വന്നിരുന്നു. അത്തരത്തിലാണ് ഇപ്പോൾ ഈ സേനയിൽ തന്നെ ചില ഭിന്നതകൾ രൂക്ഷമാവുന്നു എന്നൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതിൽ പ്രധാനമായും എടുത്തു പറയുന്നത്, സ്പെഷ്യൽ ബ്രാഞ്ച് എന്നാൽ പോലീസിന് അനുകൂലമായ ഒരു റിപ്പോർട്ടാണ് നൽകിയത്. അതായത് ഈ സംഭവം നടക്കുമ്പോൾ ജലപീരങ്കിയോ മറ്റ് പ്രയോഗങ്ങളോ നടത്താൻ പോലീസിന് കഴിഞ്ഞില്ല. അത് ആ സാഹചര്യം അനുസരിച്ചാണ് അവർ അത് ചെയ്യാതിരുന്നത് എന്നൊക്കെയുള്ള റിപ്പോർട്ടാണ് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയത്. എന്നാൽ 16 നൽകിയ റിപ്പോർട്ടിലാണ് ഈ മേലുദ്യോഗസ്ഥനോട് ഈ ഇൻസ്പെക്ടർ പൊതുമധ്യത്തിൽ വെച്ച് മോശമായി പെരുമാറി എന്നൊരു കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും വലിയൊരു രീതിയിലുള്ള ഭിന്നത തന്നെയാണ് ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് സേനയ്ക്കുള്ളിൽ രൂക്ഷമാകുന്നത്. നിഖിൽ, ശരി ദിസ്ന, ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസിൽ ഭിന്നത രൂക്ഷമാകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മേലുദ്യോഗസ്ഥനോട് കയർത്ത് സംസാരിച്ചതിന് ഉദ്യോഗസ്ഥനെതിരെ നടപടിക്ക് നീക്കമുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.